തോന്നല്ലേ എന്താ തുണി അലക്കിയ പോലെ ആണല്ലോ. ശംഭുവേ വാ ഇവിടെ. കഴിച്ചു ഇല്ല കഴിച്ചോളാം. കഴിച്ചു ചുറ്റോണ്ടെന്നപ്പോ എണ്ണം തിന്നു. അതല്ലേ കഴിച്ചു ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം തിന്നു, എനിക്ക് തന്നില്ലെന്ന് പറയിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. മടിയനോ എന്നാടി എന്നാ ശംഭു? മടിയൻ. ഓയ് ഞാൻ മാത്രമല്ല ഒരാളും കൂടെ ഉണ്ട്. ഇതെന്നാ ഇതെന്നാ എന്നാ ഇതെന്നാ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ വന്നേ. ആരാണി വന്നോ? ഇല്ല എൻ്റെ ടച്ച് ശരിയായോ? ഇല്ല. ഇപ്പം എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? വോളിയം ബട്ടൺ മട്ടണോട്ടാക്കിയോ? ഫോൺ മേടിച്ചില്ലേ വേറെ? എത്ര നാളെ കിട്ടിട്ട് ഇവിടെ അന്ന് മറ്റേ ഇടിച്ചക്ക വന്നപ്പോ കണ്ട ആൾക്കാര് വന്നില്ലേ? അതിന് വന്നൊന്നുമില്ല. ഇത് ഗീതമ്മ ഉണ്ടോന്ന്? ഷോ നീ ഗീതമ്മ ഓർത്ത് സാധനം ഗീതമ്മ എങ്ങനെ ഓർക്കാറുണ്ടോ? മതി ഇനിയിപ്പോ ഊരിയൊക്കെ സാധനമില്ല. നല്ല നല്ല ആളാ, ഡീസന്റ്. വീട്ടിലടി നീ ഇതിനൊക്കെ പറഞ്ഞു ചേട്ടാ ഇന്ന് പോകുന്ന കാര്യം രാവിലെ വിളിച്ചു പറഞ്ഞേ. നീ പോയിരുന്നില്ലേ അങ്ങോട്ട് ഇടുക്കിക്കോ? ബസ് ഉണ്ടല്ലോ അല്ലേ? ബസ് ഉണ്ട്. അപ്പൊ കുഞ്ഞ് രാവിലെ വന്നപ്പോഴത്തേക്കും പിന്നെ ആ കുഞ്ഞ് വന്ന് കൊണ്ടുപോയി. ഷാമ്പു ഇല്ല. അതെ അവിടെ അവിടെ പോയി നിൽക്കുക, വീഡിയോ എടുക്കാം. ഓടി വരണം ഞാൻ പറയുമ്പോഴേ. അവിടെ പോയി നിൽക്കുക, കുറച്ചുകൂടെ പോട്ടെ. ഓടി വാ, ഇങ്ങോട്ട് ഓടി വാ. എടി ഇങ്ങോട്ട് ഓടി വാടി, ഓടി വാ, ഓടി വാ, ഓടി കള്ളി. ചോദിച്ചാട്ടോ, വിളിച്ചാ കേക്കത്തില്ല.
ചക്കമരം ഇടാൻ കൊള്ളൂല. ചക്ക കാണുമ്പോൾ ശരിക്കും എക്സ്പ്രഷൻ ഇടാൻ കൊള്ളൂലെന്ന് പറയാം. ചക്കപ്പഴം തിന്നാ ചോദ്യമാ. നിങ്ങളവിടെ ചക്ക മുറിക്കുന്ന അവിടെ പോയിരിക്കും. പൊടി പൊടി സംഭവം ഇറങ്ങാൻ നിൽക്കണം. ഞാൻ പറയുന്നത് ഇറങ്ങാളേ. ഇറങ്ങല്ലേ? ആ തുടങ്ങാല്ലേ? സോണയുടെ ഫോണൊന്നും കാണാൻ പഠിക്കുന്നേ. മീര ചേച്ചി ആന്ന് പറഞ്ഞ മീര ചേച്ചി പറ. ഇങ്ങോട്ട് നോക്കി പറ. അങ്ങോട്ട് നോക്കി പറ. മീര ചേച്ചി ഹായ് പറഞ്ഞേ. മീര ചേച്ചി ഹായ് പറ. പറയണം. മുട്ടായി മേടിച്ചേക്ക് ഉറപ്പാ. മുട്ടായി മേടിച്ചു കൊടുക്കണേ കേട്ടോ. മീര ചേച്ചി ഹായ്. ആ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞങ്ങളുടെ കമന്റ് വായിച്ച് റിപ്ലൈ തരുന്നൊരു വീഡിയോ ഇടണേ, അല്ലെങ്കിൽ ലൈവ് വന്നാൽ മതി. ചേച്ചിയോടും കുട്ടികളോടും വർത്തമാനം പറയാമല്ലോ. ടിക്ടോക്ക് ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ. ചേച്ചി ടിക്ടോക്ക് ചെയ്തിട്ടുണ്ടോ? വീഡിയോ ഇറങ്ങാനോ? ഇതെന്താണോ ചേച്ചിക്ക് സുഖമാവുന്നേ? ചേച്ചിയുടെ വീഡിയോ ചേച്ചി ടിക്ടോക്ക് ചെയ്തിട്ടുണ്ടോന്ന് ഐഡിയ എന്താ ചേച്ചി? നാരായണി എന്നാ വരിക? ശാമ്പതിക്ക് സങ്കടം പോലെ ആണല്ലോ. ഒറ്റയ്ക്കായപ്പോ ചേച്ചി ഇന്ന് സുന്ദരി ആയിട്ടുണ്ട്. ഇന്നലെ ഒരു കൂതലുക്കായിരുന്നു. ഇന്നലെ ഒരു കൂതലുക്കായിരുന്നു. വർഷ അഞ്ജന നാരായണിയെ കൊണ്ടുവിടുക. ഇളയ മോളെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ചേച്ചി ഇന്ന് സുന്ദരിയായിട്ടുണ്ട്. ബാക്കിയതാണോ? എനിക്കൊരു ഹായ് തന്നില്ല. ശാമ്പതി ഇന്നൊരു ഹായ് തന്നില്ലല്ലോ. ശാമ്പതി ഒരു ഹായ് കൊടുത്തേ. മീരയ്ക്ക് 41ാമത്തെ ലൈക്കും 41ാമത്തെ കമന്റും ഞാനായിട്ടോ. നിങ്ങളുടെ വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ടില് പ്രകൃതിയുടെ തനതായ ആ ശബ്ദങ്ങളുണ്ടല്ലോ, ഒന്ന് പറയാൻ കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീൽ. ശാമ്പതിക്ക് ഇനി ഒരു ഹായ് വെച്ചിട്ടുണ്ടോ? ശാമ്പതി വെറൈറ്റി നേമ ഒരു ഹായ് പറയണമെന്ന്. അതൊക്കെ ചുമ്മാ പറയത്തില്ല. കുറച്ച് വഴുതനങ്ങക്കാരെ വാട്സപ്പ് ചെയ്യുമോ? 5 ശാമ്പതിക്ക് ഇങ്ങനെ കാണിച്ചാൽ മതി. JP നായർ എനിക്കറിയാം, ഞാനും ഒന്നും ഉണ്ടാക്കും. ഇത് ഭീഷണി അയച്ചേക്കോ. ഞാൻ ഇന്നലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നത്. ചോദിച്ചു കേട്ടോ. പിന്നെ ചേട്ടാ ചേമ്പില് കെട്ടിയിട്ട എന്തിനാണ്? നാരായണി എന്നാണ് ഞാൻ വരുന്നത്. മടന്തേനോ? ചേച്ചിയും കുറച്ച് സൂക്ഷിച്ചു. ചേട്ടന് പാമ്പിനെ പേടിയില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസ് 2008. ഓ 2 വർഷം കൊണ്ട് പാമ്പ് കടിച്ചല്ലേ? ഒരു ചേച്ചി 2 വർഷം കൊണ്ട് പാമ്പ് കടിച്ചില്ലേ? ഒന്നിച്ച ഒരു പുള്ളിക്കാരി 2 വർഷം പാമ്പ് കടിച്ചില്ലേ? കെട്ടേൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഏതോ പാമ്പ് കടിച്ചിട്ട് ആക്സിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ എന്നാലും പുള്ളിക്കാരീനെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് പോലെ ആയിരുന്നേ. അന്നേരം കെട്ടേൻ്റെ വീട്ടിൽ വെച്ചും പാമ്പ് കടിച്ചു. ആ കടിയും മരിച്ചു. പിന്നെ അന്വേഷിച്ചിട്ടേ ചേട്ടാ ഈ ചേമ്പിൻക തേങ്ങ അരച്ച് അത് ചേർത്ത് വെക്കുവാണെങ്കിൽ പൊടി സാധനം എൻ്റെ വീട്ടിലും ഇത് ഉണ്ടാക്കാറുണ്ട്. ചോറിയുന്ന ചേമ്പാണെങ്കിൽ ചവച്ച് കഴിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. ഇവിടെ ഒരു ദിവസം കെട്ടിട്ടുണ്ടാക്കിയില്ലേ? പിന്നെ അത് മഴക്കാലത്തെ ഉണ്ടാക്കുക. മഴയില്ലാത്തപ്പോഴാണ് അന്ന് അത് കർക്കിടകത്തിലാണ് ഉണ്ടാക്കിയത്. ചേട്ടാ വീട്ടിലൊരു മീറ്റപ്പ് വെക്കും. ആ വീടും പരിസരം നേരിട്ട് കണ്ടു. കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ.
അയ്യോ മഞ്ഞപ്പൊടി വരെ ടേസ്റ്റ് തോന്നുന്നു സാമ്പാർ വീട്ടിലെ ഒഫീഷ്യൽ ടേസ്റ്റ് ആണ് കറി അടിപൊളി ചേച്ചി എൻ്റെ പിറന്നാളായിരുന്നു ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഇന്ന് എൻ്റെ പിറന്നാളാണ് പിന്നെ നാളെ ഇനി നാളെ ഞാൻ അങ്ങോട്ട് പോകും പാൽപ്പായസം വെച്ചാലോ കുറച്ച് കഴിക്കുക സാധനമെല്ലാം ഉണ്ട് ഏതെല്ലാം വെക്കാം പായസം അത് സൂപ്പറാണ് നാരായണി പറഞ്ഞു കേട്ടോ എനിക്കറിയായിരുന്നു എന്ന് കട ഉണ്ടായിരുന്നു എവിടെ പോയി അമ്മായി എവിടെ വെച്ചാ വീട്ടിൽ പോയില്ലേ വീട്ടിൽ പോയ അമ്മായി അവളെ നാരായണി പോയി കണ്ടായിരുന്നു കട വെച്ചോണ്ടോ കുഞ്ഞമ്മയോ വിളിക്കുന്നേ കുഞ്ഞമ്മ വിളിക്കണം ദേവി വിളിക്കണം ഡാവി വിളിക്കണം അത് ഞങ്ങൾ അങ്ങോട്ട് അതും പറഞ്ഞിട്ട് അതും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞേക്കാം പിള്ളേരെയൊക്കെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് അതാണ് നമ്പർ കൊണ്ട് തന്നേക്കാം എപ്പോൾ വേണം വിളിച്ചോ കേട്ടോ വാട്സപ്പ് ഒക്കെ ഉണ്ടല്ലോ ആ ഓക്കെ അപ്പോൾ വിളിച്ചോ അയച്ചേക്കാം കൊടുക്ക എന്താ ഇത് വാട്സപ്പ് ഉണ്ട് ചേട്ടാ ആ ഉണ്ട് ഓക്കെ ഓക്കെ ഇത് കൊടുത്തേക്കാം ആ പറയേ ആ വീണ്ടും വിളിക്കണം ആ ഡ്രസ് കൊടുക്കുന്നുണ്ടോ അറിയാമല്ലേ ഞാനിപ്പോ വന്നാ നേരത്തെ വന്ന ഞാനല്ല വേറെ ആളാ അത് വേറെ ഉണ്ണി ഞാൻ കുളിക്കാൻ പോകും എനിക്ക് കുളിക്കാൻ ഒരു മാർഗമില്ല പുഴുക്കലരി മുടിയാലോ ആ മൂത്രത്തിൽ നിന്നാണോ ഞാൻ എടുത്ത് കഴിച്ചേ എനിക്ക് കുഴപ്പമില്ല ഉണ്ണി മാത്രം പുണ്യഹാത്രമാണ് ഇത് ഉണ്ണിയല്ല ഉണ്ണി ഇച്ചിരി മൂത്തിലുണ്ട് ആ ഓണായി ഓണായി ചീര വാങ്ങും ഞാനതിലിടും പാല് സ്ലോ മോഷൻ കളിക്കാൻ സൂപ്പറാണ് ബായോ എനിക്ക് ബായ് ഇല്ലടി നാളെ ആ വെറുതെ അല്ല പാൽപ്പായസം ഉണ്ടാക്കാൻ തോന്നിയ മറ്റേ ജഗതി സിനിമയ്ക്ക് ഇതില്ലേ എന്റെ പേരെന്താ ഗോപാലകൃഷ്ണൻ നാളെന്താ രോഹിണി ആ വെറുതെ അല്ലെന്ന് ഇത് വേണം പച്ചമുളകോ കാന്താരിയോ തേങ്ങ ചിരകി അതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ കാന്തകാരി ഉണ്ട് ഉള്ളിയും ഉണ്ട് ഇനി ഇച്ചിരി വെളുത്തുള്ളി എടുക്കണം കുറച്ച് ജീരകം എടുക്കണം ഉപ്പ് ഇടണം തല്ലാൻ പറ്റുന്നല്ലോ പറയുന്നത് തിളച്ചിട്ടുണ്ട് അരി ഇടാം ഇട്ടോടി ദൈവമേ ഞാനേ ഗൂഗിൾ പേ എടുത്തു കൊടുത്ത ഏതോ ഒരുത്തൻ ഇപ്പം ആക്ടിവേറ്റ് ആക്കി അവനെ ഫസ്റ്റ് പേയ്മെന്റ് നടത്തുവാണെങ്കിൽ എനിക്ക് 101 രൂപ കിട്ടുന്നു കാര്യം നീ അവന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തോ അല്ല 101 രൂപ ഞാൻ ഇട്ട് കൊടുക്കാനല്ല അവന്
അവന്റെ ഫസ്റ്റ് പേയ്മെന്റ് നടത്തുവാണെങ്കിൽ അവൻ നിന്നോട് ഇങ്ങോട്ട് ഇടാൻ പറയുന്നിട്ട് ആ 101. എനിക്കാണ് കിട്ടുന്ന പൈസ. അതാ പറഞ്ഞത്, അവനും കിട്ടും. ആണോ? അമ്മയ്ക്ക് തിരിച്ചു പൈസ കൊടുത്താൽ പറയും. ഇത് പാല് തിളച്ച് കഴിഞ്ഞാൽ അരി ഇടുക. ഇനി മധുരം ഉടനെ തന്നെ ചേർക്കണം. പഞ്ചസാര ഇട്ട് വയ്ക്കുമ്പോൾ കുറേ ടൈം എടുക്കും. എന്ത് പറയാം, ഇത് പഞ്ചസാര ഇട്ടാലാണ് ടേസ്റ്റ്. ഇപ്പോഴേ ഇടണം. ട്രിപ്പിളായി ഇത്ര മതിയല്ലേ, മൂക്കിലിടാം. മൂക്കിന് മതി. കാരണം ഇത് കൽക്കണ്ടം കൂടി ചേർക്കുന്നുള്ളതുകൊണ്ട് ചിലപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ കൽക്കണ്ടം ഇത്ര ആരും ചേർക്കത്തില്ല. ടേസ്റ്റ് ഇത് ഫുൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതേ പണിയാണ്. അല്ല വേണ്ട വേണ്ട, അതൊന്നും കുഴപ്പമില്ല. ഉള്ളി, വെളുത്തുള്ളി, ചുമന്നുള്ളി, കാന്താരി. കാന്താരി കാന്താരി ഇത് കരിഞ്ഞ് എടുത്തു കിട്ടോ. തേങ്ങ, മഞ്ഞപ്പൊടി, ഉപ്പിടാം. ജീരകമൊക്കെ ഇട്ടില്ല. ജീരകം ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ ജീരകം ഉണ്ടെന്ന്. പറഞ്ഞു. ഇനി ഇളക്കാം. ഇങ്ങനെ പൊരുത്തുണ്ടോ ജീരകം? അല്ല മറ്റേ സാധനം ഇടും, മറ്റേ സാധനം ഇടും. ഇവിടെ വേറൊരു മറ്റേ കറിയില്ലേ, ഒരു കറി മിച്ചം ഇരിപ്പില്ലേ? ഇവിടെ വേറെ ടൈപ്പ് അവള്. ഈ കറി രാവിലെ വെച്ച കറിയാണ്. പക്ഷെ അത് നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ഞങ്ങൾ തികയത്തില്ല. ഇതാ സാധനം പയറാ. പയറെന്ന് വെച്ചാൽ പള്ളിപ്പയറിന്റെ അകത്തുനിന്ന് പയറ് വലിച്ചൂരി എടുത്തതാണ് ഈ പയർ. പൊട്ടന്റെ പാലയൊക്കെ പോയി. പള്ളിപ്പയർ മൂത്ത് പോയി കഴിഞ്ഞപ്പം അതിനകത്തുനിന്ന് പയർ ഇങ്ങെടുത്തു. അതിന് കിട്ടും. ആ കറി വെച്ച് വെച്ചേക്കുമായിരുന്നു. ആ കറി വെച്ചിട്ട് വേറൊരു കറി. വിലയുണ്ടല്ലോ ഇവിടെ. അവസാനം നീ അരിഞ്ഞെന്നുള്ളത് കണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ് ചിരിക്കാതെ കുഴപ്പമില്ലായിരുന്നു. മൂടി വെക്കണം ഓൾറെഡി. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് വേണ്ടാന്ന് പറയുന്നത് ടേസ്റ്റ് ഉള്ളൂ. ചുമ്മാ ഒന്ന് ആവിച്ചാൽ ചേട്ടാ അവിടെ കൈകാര്യം ചെയ്ത ഉണ്ണിച്ചാ ഒന്ന് വാങ്ങി നോക്കിയോ. ഉണ്ണിച്ചാ അവിടെ ഒന്ന് വാങ്ങിച്ചു നോക്കിച്ചാ. കളക്കണ്ടോ ചീര അച്ചാർ മാത്രമേ ഉള്ളൂ. ആക്കിയതല്ലേ. ഈ ചീര നിനക്ക് കിട്ടത്തില്ലോ എന്ന് ഓർത്തുണ്ടാക്കിയതാ. ഇങ്ങനെ ഉണ്ടോ? ഫ്രെയിം ശരിയാണോ? ചാർജിങ് കൺട്രോൾ ചെറിയ കംപ്ലൈന്റ് ആയിട്ടില്ല. മധുരം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ബിരിയാണി കൊണ്ടുപോകാൻ മതിയല്ലോ. നമുക്ക് പ്രിന്റ് എടുത്തിട്ടൊക്കെ പോയാൽ മതി. ഈശ്വര കഞ്ഞിയുടെ ചാറ് തരാമോ? വേറെ വയറ് മാറ്റി വെക്കണം. തിളക്കണ്ടേ? വേണ്ട വേണ്ട, അത് കിട്ടാ മതി. കേട്ടോ ഏലക്ക, ചുക്ക്, ജീരകം. നമുക്ക് വേണ്ടായിരിക്കുന്നത് ഇതൊന്നുമില്ല, ഒരു മരുന്നാണ് ശരിക്കും. മരുന്ന് പോലത്തെ ഒരു പായസമാണ്. അല്ലാതെ ഇത് നമ്മൾ സാധാരണ പായസം പോലെ ചുമ്മാ ഒരു രസത്തിന് കഴിക്കുന്ന സാധനമല്ല.
എന്നാ ഇതിനകത്ത് ഈ ചുമക്കുള്ള സാധനമുണ്ട്. കൽക്കണ്ടം, ചുക്ക, ജീരകം, നെയ്യ്. നമ്മുടെ പായസം ഓ ഇല്ല ചുമ്മാ ഇളക്കണ്ട കഴിഞ്ഞ. ആ അയ്യോ മുണ്ടക്കാൻ തന്നെ ടൗൺ തന്നെയാ. കുറച്ച് 5 മിനിറ്റ്. ഹായ് അത് തമിഴില് ശരിയാണോ? അരവിന്ദന് ഇച്ചിരി ഗ്ലാമറുണ്ടല്ലേ? സിജോ അല്ല സഞ്ജു. പേര് മാറിപ്പോയതാ. എന്നെ അറിയാവോ? സഞ്ജു. അത് ഞാനാരാ? ഇങ്ങോട്ട് നോക്കണി. ഞാനാരാ? അത് സഞ്ജു. ഞാനാരാ? ഞാൻ ഇപ്പൊ പറഞ്ഞായിരുന്നു. ഞാനാരാ? ഇനി വിട്ടരുത്. എടി ദിവ്യ, എടി ഞാനാരാ? ദിവ്യ, ദിവ്യ ആരാ? ദിവ്യ. കുഞ്ഞമ്മ എന്തി? അതാ വിളിക്കുന്നുണ്ടല്ലോ. അത് ദിവ്യയോ? നിങ്ങൾ മാത്രം കേട്ടോ. ചാച്ചി ആണോ? പാൽപ്പായസം. ഞാനാരാ? ഇപ്പൊ കണ്ടോണോ അവിടെ കൈ എടുത്തോണ്ട് വരുവേ. എപ്പഴാടി വെളിയില്? മല്ലപ്പള്ളി മണിമണിയോ? അവിടെ വീട്ടിൽ വന്ന എന്റെ എല്ലാം തീർത്തോണ്ടേ പോകത്തുള്ളൂ. അവർ കൊരക്കുകയും വേണ്ട, ഇടുകയും വേണ്ട. നല്ലതാണോ? ആരുണ്ടാക്കിയതാ? ജയമ ഉണ്ടാക്കിയാണോ? അപ്പ ഉണ്ടാക്കിയല്ലേ? ഇപ്പൊ അപ്പ ഉണ്ടാക്കിയല്ലേ? എനിക്ക് വിഷയമുള്ള വഴക്കുണ്ടാക്കിയപ്പോ ഒരു വിഷയമുള്ള കാര്യമല്ല. അതുപോലെ ഞങ്ങൾ ആസ്വദിക്കും. നീ എന്നാണല്ലോ 5 പ്രാവശ്യം എടുക്കുക. എന്നാ പിന്നെ ചെറുത് തരാം. ചെറിയ തന്നാ അതിനുള്ളല്ലേ എടുക്കുള്ളൂ അല്ലേ? പറഞ്ഞിട്ടോ വിളിച്ചോ കഞ്ഞി കുടിക്കാന്ന്. അല്ല രണ്ടിന്റെയും സ്വഭാവം വെച്ച് ഏകദേശം കറക്റ്റാ. ഇവിടെ മൂത്താണെങ്കിലുള്ളൂ. ശാമ്പവി അല്ലേ ചേച്ചി? രണ്ടിന്റെ സ്വഭാവം വെച്ച് കറക്റ്റാ. ശാമ്പവി ഇച്ചിരി മൂത്താണെങ്കിലുള്ളൂ. ശങ്കര ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടേ. ശങ്കര ഇവളെ കളിയാളെ അവൾ ആരും തിരക്കത്തെ വ്യക്തികളൊക്കെ വന്നപ്പോ ഗീരമേ അത് അമ്മു ചേച്ചി. എടി എന്നാടി കുഴപ്പം പായസത്തിന്? ഞാൻ പോകുന്നില്ലടി. എന്റെ മുടിയും മീശൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞോണ്ട്. എടി മൊത്തം വെട്ടി കൊടുക്കാനാ പറയുന്നത്. ഞാൻ പിന്നെ വാഴ പോയി കിട്ടുമോ ചെറുക്കം വരാതെ. ഫാൻ ഇങ്ങോട്ട് തിരിച്ചു നോക്കി. ദിവ്യയുടെ നേരെ ഫാൻ, ദിവ്യയുടെ നേരെ ഫാൻ തിരിച്ചു നോക്കി. എന്നിട്ട് ലൈറ്റ് കൂടെ ഓണാക്കല്ലേ, കാണത്തില്ല. ഇത് എന്നെ ഇത് പോയി വീഡിയോ
അപ്പൊ സന്തോഷമല്ലേ. അമ്മ പറഞ്ഞു എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. എന്റെ അച്ഛൻ എന്റെ അമ്മച്ചി കഥകളൊക്കെ പറയും. അയ്യോ, വരുന്നില്ലല്ലോ അല്ലേ? ഇട്ടേക്കില്ല കേട്ടോ. ഇതാ കുഴപ്പം, ഈ ഇട്ടേക്കല്ലെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ. നമ്മുടെ വീഡിയോ അന്ന് വന്നേ പിന്നെ അച്ഛൻ എന്ന് സ്ഥിരമായിട്ട് കാണുമെന്നാ പറഞ്ഞേ. ഉപ്പുണ്ടോ വയസ്സിനകത്ത്? ഈ ചേച്ചി റോസാന്ന് പറഞ്ഞ പിന്നെ എനിക്ക് റോസായിട്ടാ തോന്നുന്നില്ല. എനിക്ക് റോസായിട്ട് തോന്നുന്നില്ല. എന്താന്ന് പറഞ്ഞ നിങ്ങൾ അമ്പലപ്പുഴ പായസം തോന്നാൻ വേണ്ടി ഇതിനകത്ത് മറ്റേ ഇതൊക്കെ പറിച്ചിട്ടോ. തുളസിയൊക്കെ തുളസിയല്ല, ഈ ഇലയൊക്കെ പൂവ്. തുളസിയിട്ടപ്പോ ചുമ്മാ ഒരു കമ്പനിക്ക് ചെത്തി. ഇതൊക്കെ ഇവിടെ വയസ്സിനകത്ത് തുളസിയുടെ ആ ഇത് വരും അതിനകത്ത്. അടുവ് കേട്ടോ, പിന്നെ എരിവല്ലേ ഭയങ്കര. പക്ഷെ ആ ഒരു ഇതുണ്ട്. ചേട്ടാ ആ ചുക്കിട്ട പാത്രത്തിനകത്ത് ചേട്ടാ കഴിച്ചിട്ട് അവര് എരിവുണ്ടോടി ചേട്ടാ? ഇരിക്കുന്നു മുണ്ടക്കാത്ത ഞങ്ങള് എല്ലാരും കൂടെ ദിവ്യ ഇങ്ങോട്ട് പോകുന്നു. അങ്ങോട്ട് പോരും എല്ലാം പഠിച്ചോണ്ട് പോകും. പായസം തരും, പൂണ് വെക്കണ്ട. നല്ല പായസമാണ്. വെച്ചോട്ടെ. ഒരു അമ്മുക്കുട്ടി എന്ന് പറയടി. ഇത് അമ്മുക്കുട്ടി. എന്നാ ഇത് മരുന്നാ, മഴക്കാലത്തൊക്കെ കഴിക്കാനുള്ള. കൊള്ളാമോ? അടിപൊളി. മറ്റേ അമ്പലപ്പുഴ പായസം. മരുന്നില്ലോ ചുമക്കുള്ള ചുമക്കുള്ള മരുന്ന് തന്നെയാണോ അത്? ഇട്ട സാധനം കൂടി പോയി. അവളെ ആരും ചുക്കാണോ കഴിഞ്ഞ ദിവസം സേമിയൊക്കെ ഇട്ടതാ പരീക്ഷ. കൊള്ളാം, നല്ലതാ. അങ്ങനെ ഇവര് സേമിയ പായസം ഉണ്ടാക്കി ഇവര് ചുക്കിട്ടപ്പോ നല്ല രുചി. അതിനവർ ആൾക്കാട്ടോ അവർക്ക് വലിയ നീരൊരു സംഭവം മനസ്സിലായി. നല്ല സാധനമാ. റോസ്റ്റ് ചെയ്യും കേട്ടോ, അർജു റോസ്റ്റ് ചെയ്യും. ബുദ്ധി പറയുന്നു. ദൂരെ നിന്ന് അങ്ങോട്ട് വരുന്നതാ പറയുന്നത് വെള്ളം കോരാൻ വേണ്ടി. ഇല്ല കിട്ടത്തില്ല. 3 വർഷത്തേക്ക് വീണല്ലേ, ഇല വീഴുമ്പോഴേ കറക്കുന്നല്ലേ. തല വീഴാൻ വേണ്ടി തുറന്നിട്ടങ്ങനെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനുണ്ട്? ഈ സാധനമേ ദേവി നീയല്ലേ ചോദിച്ചാ, നിങ്ങൾ ഇടുന്നതാണോ നീ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ? കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ? കേട്ടോ ഒരു കാമുകി മഴ വെച്ചേ, മറ്റേ കാമുകിയതാ പറയരാ. സത്യം പറഞ്ഞു. മാസ്ക്
അമ്മു താഴെ കയറിക്കോളാന്ന്. പോവോ? ദേവി അറിയോ? എങ്ങോട്ട് എടുക്കാവളെ? ആ ഒന്നര ഷോട്ടായിരുന്നു കേട്ടോ. ഓക്കേ ബൂം 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 ബൂം. ഞാൻ പറഞ്ഞോ? അവൻ കണ്ടാറത്തില്ല. നേരെ കുത്തിയോ? എവിടെ പോവാടി? എവിടെ പോവാ ശാമ്പൂവി? കൊണ്ടുവന്നില്ല. നീ വരുന്നില്ല. നീ ഇവിടെ ഇരിക്കുവാ. എവിടെ പോവാ? ശാമ്പു വരുന്നില്ലല്ലോ. വീട്ടിൽ പോവാ, അമ്മയുടെ അടുത്ത് പോവാ. മുണ്ടക്കത്തുനിന്ന് കാഞ്ഞിരപ്പള്ളി പോകുന്ന വഴിക്ക് കൊടിമത്ത് നിർത്തലുണ്ട്, അവിടെയാണ് എൻ്റെ വീട്. അങ്ങോട്ട് പോവാ. എപ്പോ വരുമായിരിക്കും? വല്ല വിവരമുണ്ടോ? എപ്പോ വരുമെന്ന് വല്ല അറിയാവോ? മുന്നിൽ കൂടി പറയാൻ ചേട്ടാ, ഞാൻ അവളെ ഇരുത്താം. എന്നെ ഇരുത്താവോ? വാ. ഇക്കടിക്കാൻ സമ്മതിക്കും. നിങ്ങളുടെ വീഡിയോകൾ ചേട്ടാ ഫ്രണ്ട്സ്